ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മുടെ വീട്ടിലെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും ഉണ്ടാക്കിയെടുക്കാനായിട്ട്, വെറൈറ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1-1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ചെറുതായിട്ട് കനം കുറഞ്ഞിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടാണ് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ ഒരു പച്ചക്കടിയൊക്കെ മാറിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അതുവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് അളവിൽ സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി സേമിയ കൂടെ ചെറുതായിട്ടൊന്ന് കളർ മാറി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ സേമിയൊക്കെ കളർ മാറി ഏകദേശം കളർ മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു പാലിൽ കിടന്നിട്ട് സേമിയ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഒരുപാട് വെന്തുടഞ്ഞ് പോകണമെന്നില്ല, ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. ഇനി പാലിൻ്റെ അളവ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പിന്നെ ചൂടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി സേമിയ വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് വലിയ മുട്ടയാണെങ്കിൽ 4 എണ്ണം മതിയാവും, ചെറുതാണെങ്കിൽ 5 എണ്ണം പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ 5 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം മധുരം വേണം കേട്ടോ, എന്നാലാണ് ഈ ഒരു സ്നാക്ക് ടേസ്റ്റ് ഉണ്ടാവുക. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സാക്കി പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും അതുപോലെ തന്നെ സേമിയ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. സേമിയ ചേർക്കുന്ന സമയത്ത് കുറച്ചൊരു കട്ടയായിട്ടുണ്ടാവും, അത് കുഴപ്പമില്ല. മുട്ടയുടെ ബാറ്ററിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുമ്പോൾ ആ ഒരു കട്ടയൊക്കെ ഉടഞ്ഞിട്ട് വേറിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് അവസാനം കുറച്ചൊരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതേപോലെ തന്നെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്, ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് വറുത്ത് കോരിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നട്ട്സൊക്കെ വറുത്ത് കോരി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും, മുട്ടയൊക്കെ ആയത് കാരണം പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക. ഇനി കുക്കറിലാണ് വേവിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഏതെങ്കിലും ഒരു അടപ്പുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ കുക്കറിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. ക്യാരറ്റും സേമിയൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള നല്ലൊരു പോളയാണ്. പിന്നെ ഇതുപോലുള്ള പോള റെസിപ്പികൾക്കൊക്കെ ചെറിയൊരു മുട്ടയുടെ ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.